നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. FC ബാഴ്സലോണയുടെ 10 നമ്പർ ജേഴ്സിക്ക് പുതിയൊരു അവകാശി ഉണ്ടായ സമയമാണല്ലോ ഇത്. ലമീൻ യമാലാണ് വരുന്ന സീസൺ മുതൽ അവരുടെ 10 നമ്പർ ജേഴ്സി അണിയാൻ പോകുന്നത്. ബാഴ്സയുടെ 10 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിരവധി പേരുണ്ടാവും. പക്ഷേ അതിൽ തങ്കത്തിളക്കത്തിൽ നിൽക്കുന്ന ഒരാളെ ഉണ്ടാവും, അത് ലിയോ മെസ്സിയാണ്. ബാഴ്സയുടെ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ് മിന്നും പ്രകടനം നടത്തിയ 10 താരങ്ങളുടെ ഒരു റാങ്കിങ് നമ്മൾ നോക്കുകയാണ്. ഇതിപ്പം goal.com പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റാങ്കിംഗ് ആണ്. ക്രിസ്ത്യാൻ ഡേവിസ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൊടുത്തിട്ടുള്ള 10 പേരുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. 10ാം സ്ഥാനത്തുള്ളത് ഇവളിസ്റ്റോയാണ്. അദ്ദേഹം മികച്ച പ്രകടനം 1957 അദ്ദേഹം അവിടെ കളിക്കുകയുണ്ടായി, മികച്ച പ്രകടനം നടത്തി. ആ ഒരു കാലഘട്ടത്തിൽ 50കളിൽ അദ്ദേഹം മിന്നും പ്രകടനം നടത്തി. 105 ഗോളുകൾ, ജസ്റ്റ് 151 അപ്പിയറൻസുകളിൽ നിന്ന് 5 സീസണുകൾ കൊണ്ട് അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ വലിയ സക്സസ് ആയിരുന്നു ബാഴ്സയിൽ. അതിനുശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജോർഗെ ഹാഗി, എന്തൊരു പ്ലെയറാണ് അദ്ദേഹം. റൊമാനിയൻ ഇതിഹാസം ഓർഗെ ഹാഗി, അദ്ദേഹം ഒരു സംശയം വേണ്ട റൊമാനിയയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോളറാണ്. കാപ്പാത്തിയൻ മറഡോണ എന്നൊക്കെ അറിയപ്പെടുന്ന ഓർഗെ ഹാഗി, അദ്ദേഹം റയലിൽ 2 സീസൺ കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ബാഴ്സയിലേക്ക് എത്തിയതും മികച്ച പ്രകടനം നടത്തി അവിടെ അത്ഭുതങ്ങൾ കാണിച്ചതും. അദ്ദേഹമാണ് 9ാം സ്ഥാനത്തെങ്കിൽ. 8ാം സ്ഥാനത്ത് ലൂയി സുവാരസ്. യെസ്, ഇപ്പോഴത്തെ സുവാരസ് അല്ല, അതിനു മുമ്പ് ഒരു സുവാരസ് ബാഴ്സയിലെ ചരിത്രം കുറിച്ച് പോയിട്ടുണ്ട്. എക്കാലത്തെയും മികച്ച സ്പാനിഷ് താരങ്ങളിൽ ഒരാളായ ലൂയി സുവാരസ്, അദ്ദേഹം 10 നമ്പർ ജേഴ്സിയിൽ 50കളിലും അതുപോലെ 60കളുടെ തുടക്കത്തിലും ഒക്കെ പിന്നും പ്രകടനമാണ് നടത്തിയത്. ബാലൻഡിയോർ അദ്ദേഹത്തിന് 1960 ലഭിക്കുകയും ചെയ്തു. ഏതായാലും ലൂയി സുവാരസ് ആണ് 8ാം സ്ഥാനത്തെങ്കിൽ. 7ാം സ്ഥാനത്ത് മറ്റൊരു ഇതിഹാസ താരം, ബൾഗേറിയൻ ഇതിഹാസം ഹ്രിസ്റ്റോ സ്റ്റോയിച്കോവും റൊമാരിയോയും ഒക്കെ അവിടെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകളാണ്. ഏതായാലും സ്റ്റോയിച്കോവാണ് 7ാം സ്ഥാനത്തെങ്കിൽ. 6ാം സ്ഥാനത്താണ് റൊമാരിയോ അധികകാലം അവിടെ നിന്നിട്ടില്ല, പക്ഷെ ഉള്ള സമയത്ത് അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. അദ്ദേഹം 10 നമ്പർ ജേഴ്സിയിലും അവിടെ കളിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹമാണ് 6ാം സ്ഥാനത്തെങ്കിൽ. 5ാം സ്ഥാനത്ത് ലാസ്ലോ കുബാല, മറ്റൊരു ബാഴ്സ ഇതിഹാസ താരമായിട്ടുള്ള കുബാല ആണ് 5ാം സ്ഥാനത്ത് വരുന്നത്. അതിനുശേഷം 4ാം സ്ഥാനത്ത് റിവാൾഡോ, ബ്രസീലിയൻ ഇതിഹാസം റിവാൾഡോ, ബാഴ്സലോണയിൽ 10ാം നമ്പറിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ബാലൻഡിയോർ 1999 നേടുകയും ചെയ്തു. മികച്ച കോൺട്രിബ്യൂഷൻസ് നടത്തിപ്പോയ ആളാണ്. 3ാം സ്ഥാനത്ത് ഡിയേഗോ മറഡോണ നാപ്പോളിയിലാണ് അത്ഭുതങ്ങൾ കാണിച്ചത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ബാഴ്സയിൽ കളിച്ച് 2 സീസണായി കളിച്ചുള്ളെങ്കിലും അവിടെ ഇംപ്രസീവ് ആയിട്ടുള്ള മാർക്ക് രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. സോ ഒരു അർജന്റീന ഐക്കൺ ഡിയേഗോ മറഡോണ 10 നമ്പർ ജേഴ്സി ബാഴ്സയിൽ മികച്ച പ്രകടനം നടത്തിയ താരം. 2ാമത് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡിഞ്ഞോ മെസ്സിക്ക് മുമ്പ് അവിടെ 10ാം നമ്പറിൽ വിസ്മയങ്ങൾ തീർത്തവനാണ്. റൊണാൾഡിഞ്ഞോ ആണ് 2ാം സ്ഥാനത്തെങ്കിൽ. 1ാമത് എന്ത് സംശയം, എന്ത് ചോദ്യം, 1ാമതാരാണെന്ന് എന്ത് ചോദ്യമാണ്, അത് ലിയോ മെസ്സിയാണ്. മെസ്സിയോളം ബാഴ്സയുടെ 10ാം നമ്പറിനെ ഇത്രയും മികച്ച രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള മറ്റൊരു കളിക്കാരനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും മെസ്സിക്ക് ശേഷം അൻസു ഫാറ്റിക്കായിരുന്നു അത്, അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്തില്ല. ഇപ്പൊ യമാലിന് കൈമാറുമ്പോഴും അത് വളരെ കൃത്യമാണ്. മെസ്സിയുടെ വഴിയെയാണോ യമാല് പോവുക എന്നാണ് ചോദ്യം. സോ മെസ്സിയാണ് അവിടെ ഒരു ബെഞ്ച് മാർക്ക്, മെസ്സിയാണ് അവിടുത്തെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.